ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ മണ്ടന്മാരായിട്ടുള്ള ഫ്രീ ഫയർ പ്ലേയേഴ്സ് ഉള്ളത് അത് നമ്മുടെ കേരളത്തിലാണ്. അത് നിങ്ങൾ മണ്ടന്മാരായതല്ല, നിങ്ങൾ കുറെ പേര് ചേർന്നിട്ട് ഈ സെൻസി എന്നുള്ള പേരിൽ നിങ്ങളെ മണ്ടന്മാരാക്കി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ സെൻസി എന്ന പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് സെൻസി എന്ന ഊമ്പിയ സാധനത്തിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ സെൻസിനെ പറ്റി ഏറ്റവും ഇസഡ് കാര്യങ്ങൾ ഫുള്ളായിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ടാവും. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സെൻസി, ബ്രസീലിയൻ സെൻസിയുടെ കാരണം കുറെ എണ്ണം ബ്രസീലിയൻ സെൻസി എന്ന് പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. സെൻസി ആപ്പ്, കോപ്പ്, പിന്നെ ഫോണിലെ സെറ്റിങ്സ് ചേഞ്ച് ആക്കിയ ഹെഡ്ഷോട്ട് കയറുമോ, ഹെഡ്ഷോട്ട് സെൻസിറ്റിവിറ്റിയുടെ സത്യാവസ്ഥ എന്തൊക്കെയാണ്, സെൻസി യൂസ് ആക്കി കഴിഞ്ഞാൽ റീകോയിൽ കുറയുമെന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണം വെച്ച് തള്ളുന്നുണ്ട്. പിന്നെ സെൻസി യൂസ് ആക്കിയ 120 FPS കിട്ടുമോ, ഇതൊക്കെ ഫുള്ളായിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ടാവും. ഇത് കൂടാണ്ട് തന്നെ ഈ സെൻസിയുടെ വീഡിയോക്കകത്ത് കാണിക്കുന്ന പോലെ ഫുൾ റെഡ് അടിച്ച് കളിക്കാനല്ല നിങ്ങൾ സെൻസി മേടിക്കുന്നത്. എല്ലാവരും പറയും അതിനുവേണ്ടി തന്നെയാണ് ഒരു സെൻസി മേടിക്കുന്നത്, കാരണം ഫുൾ റെഡ് അടിച്ച് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ശരിക്കും നിങ്ങൾ ആ സെൻസി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേപോലെ കളിക്കാൻ പറ്റുമോ, സെൻസിയുടെ ഫുള്ള് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചിരിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ വരുന്നത് നോർമൽ കണ്ടന്റ് അല്ല, ഇത് കൂട്ട് നിങ്ങൾ അറിയണം എന്ന് വിചാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കുറേ ആൾക്കാർ ഇവിടെ ഇല്ല. പാനലിനെ പറ്റിയിട്ടാണെങ്കിലും സെൻസിനെ പറ്റിയിട്ടൊക്കെ ആണെങ്കിലും. അപ്പം ഞാൻ ഈ ഗെയിം ഫുൾ എക്സ്പ്ലോർ ചെയ്ത് വെക്കാനാണ്. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലും പിന്നെ ഇനി വരാൻ പോകുന്ന വീഡിയോയിലും നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയും എൻ്റെ കണ്ടന്റും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്താണ് സെൻസി? സെൻസി എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, മെത്തേഡ് പ്ലസ് സെൻസിറ്റിവിറ്റി. ഇപ്പം ഫ്രണ്ടിൽ ഒരു എനിമി നിൽക്കുകയാണെന്ന് വിചാരിക്കും നിങ്ങളുടെ, ആ എനിമിയുടെ പൊസിഷനും ആ പൊസിഷൻ അനുസരിച്ചുള്ള ഡ്രാഗും അതിനനുസരിച്ചുള്ള സെൻസിറ്റിവിറ്റിയാണ് ഈ സെൻസി എന്ന് പറയുന്നത്. അതല്ലാണ്ട് വേറെ ഒന്നുമല്ല സെൻസി. ശരിക്കും ഇതാണ് സെൻസി. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറേ ഇൻസ്റ്റയിൽ എന്നതായി സെൻസ് കൊടുക്കുന്നവന്മാരൊക്കെ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ കുറേ ആൾക്കാരുണ്ട്. ഇവന്മാർ പറയുന്നുണ്ട് കുറേ ബ്രസീലിയൻ സെൻസി, ബ്രസീലിലെ പ്ലേയേഴ്സ് യൂസ് ചെയ്യുന്ന സെൻസിറ്റിവിറ്റി എച്ചുകൂടി അവന്മാരുടെ സെറ്റിങ്സ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇൻസ്റ്റയിൽ ഫ്രീ ആയിട്ട് സെൻസ് കൊടുക്കുന്ന ഇഷ്ടം പോലെ മലയാളികളുണ്ട്. അതിലും 20,000-30,000 മേലെ ഫോളോവേഴ്സ് ഉള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇവരുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇട്ട് സെൻസി ഡൗൺലോഡ് ചെയ്യുന്നത്, അത് പ്രീമിയം സെൻസി, ബ്രസീലിയൻ സെൻസി 5,000, 8,000, 3,000 സെൻസി ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് 20,000, 30,000, പോട്ടെ 10,000 എങ്കിലും റെയ്സ്റ്റാറിനെ പോലെ കളിക്കുന്നത്, ഇതില്ലെങ്കിൽ റെയ്സ്റ്റാറിനേക്കാളും മേളിൽ കളിക്കുന്നത് നല്ല കിടിലം പോലത്തെ പ്ലേയേഴ്സ് നമുക്കില്ല, നമുക്ക് കിട്ടുന്നില്ല. കാരണം ഉണ്ടോ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവന്മാർ ഈ ഇടുന്ന വീഡിയോ പോലും ഇവന്മാരുടെ സ്വന്തം വീഡിയോ അല്ല. ഇവന്മാരുടെ കയ്യിൽ നല്ല കിടിലം പോലെ സെൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കണ്ടവന്മാരിടുന്ന വീഡിയോ എടുത്തിട്ട് ഇവന്മാർ അത് എന്നെ റീലാക്കി പോസ്റ്റ് ചെയ്യണം? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ബ്രസീലുള്ളവന്മാർക്ക് മാത്രമേ കളിക്കാൻ അറിയത്തുള്ളൂ. ഈ റെയ്സ്റ്റാറൊക്കെ ബ്രസീലിൽ ഇരുന്നിട്ടാണോ ഈ ലോകം മൊത്തം അറിയുന്ന ഇത്രയും ഫാൻ ബേസ് ഉള്ള ഒരു ഫ്രീ ഫയർ പ്ലെയർ ആയത്? നിങ്ങളൊന്ന് ലോജിക്ക് വെച്ചിട്ട് ആലോചിച്ച് നോക്കി, ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്കൊന്ന് കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ ബ്രസീലിയൻ സെൻസി എന്നൊക്കെ പറയുന്നത് ആരുടെ സെൻസിയാന്ന് പോലും എനിക്കറിയത്തില്ല. ഇവന്മാർ പോയി സെൻസേഴ്സ് എടുത്ത് നോക്കി, ഇവന്മാരുടെ ഫോണിൽ, ബ്രസീലിലുള്ളവന്മാരുടെ ഫോണിലൊക്കെ ഏത് സെറ്റിങ്സ് ആണ് വെച്ചിരിക്കുന്നതെന്നൊക്കെ. സത്യം ഇവന്മാർ ഈ വൈറ്റ് എഫ്, ഫ്ലോപ്പ്, അഡ്വാൻസ് സെൻസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാനെങ്കിലും ഒരു സുഖമുണ്ട്. ഇവന്മാരുടെ സെൻസിയാണ്. ഈ ബ്രസീലിയൻ സെൻസി ആരുടെയാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം മലയാളികൾ ഉണ്ടാക്കിയ സാധനമാണോ എന്ന് ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ട് ഈ ബ്രസീലിയൻ സെൻസി. പിന്നെ അത് കൂടാണ്ട് തന്നെ കുറേ സെൻസി ആപ്പ്, കോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ എണ്ണം ഇഷ്ടംപോലെ ആൾക്കാർ മൂഞ്ചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ മേരന്മാർ ചേർന്നിട്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കാം, ഈ സെൻസി ആപ്പിൻ്റെ അകത്തുനിന്ന് ഒരു സെൻസിറ്റിവിറ്റി കിട്ടി നോക്കാം. ഇപ്പം ഞാൻ 6 ഫിംഗറിലാണ് കളിക്കുന്നത്, എൻ്റെ കൂട്ടുകാരൻ 3 ഫിംഗറിൽ അല്ലെങ്കിൽ 2 ഫിംഗറിൽ കളിക്കുന്നത് നോക്കാം. ഞങ്ങളുടെ 2 പേരുടെ ഡിവൈസ് iPhone 15 ആണെന്ന് വിചാരിക്കാം. ഈ സെൻസി ആപ്പിൻ്റെ അകത്ത് ഒരു 65 സെൻസിറ്റിവിറ്റി പറഞ്ഞെന്ന് വെക്കാം. ഞാൻ 6 ഫിംഗറിൽ കളിക്കുന്നുള്ളത് കൊണ്ട് എനിക്ക് 65 ഒരു കാലത്തും റെഡി ആകാൻ പോകണ്ടേ. കാരണം എനിക്ക് ഇത്രയും വിരലം വെച്ച് ഞാൻ ഈ iPhone 15 ഈ ചെറിയ ഫോണിൽ കളിക്കുമ്പോൾ എനിക്ക് അതിനനുസരിച്ച് സെൻസിറ്റിവിറ്റി വേണം. അപ്പോൾ നിങ്ങൾ കോമൺ സെൻസ് ഉള്ളവന്മാരാണെങ്കിൽ മനസ്സിലാവും ഈ സെൻസി ആപ്പ് പക്ക ഫേക്ക് ആയിട്ടുള്ള കാര്യമാണ്, ഒരിക്കലും മറക്കാൻ പോകാത്ത സാധനമാണ് ഈ സെൻസി ആപ്പ്. അപ്പോൾ കുറേ പേര് വന്ന് പറയണ്ടാവും, ബ്രോ അത് ഫേക്ക് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, ഞാൻ യൂസ് ചെയ്ത് നോക്കി എനിക്ക് നല്ല ബെസ്റ്റ് സെൻസിറ്റിവിറ്റി കിട്ടിയെന്ന്. ഞാൻ നിങ്ങളുടെ അടുത്ത് അങ്ങോട്ടൊരു കാര്യം പറയാം, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. പണ്ട് കുറേ നാൾ മുമ്പ് ഞാൻ ഈ ഷോർട്ട് കട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ട് ഐഫോണിൽ, അതിൻ്റെ അകത്തൊരു ഫയലൊക്കെ സെലക്ട് ചെയ്ത് കളിച്ച് കഴിയുമ്പോഴത്തേക്കും ഫുൾ റെഡ് കയറുന്ന ഒരു വീഡിയോ ഒക്കെ വേണ്ടി ഞാൻ ചെയ്ത് നോക്കി. അപ്പം എനിക്കാണെങ്കിൽ നല്ല രീതിക്ക് വ്യത്യാസം തോന്നുന്നു, നല്ലപോലെ കളിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ ഓർത്താത് ഈ ഷോർട്ട് കട്ടിൻ്റെ പവറാണ്. പിന്നെയാണ് എനിക്ക് കാര്യം മനസ്സിലായത് ഷോർട്ട് കട്ടിൻ്റെ പവറല്ല, അങ്ങനത്തെ ഒരു സാധനം അവിടെ ഉള്ളത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഒരു കോൺഫിഡൻസ് കളിച്ച് ഹെഡ്ഷോട്ട് കയറുന്നതാണ്. സെയിം തന്നെയാണ് സെൻസി ആപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ കോൺഫിഡൻസ് ഈ ഒരു സാധനം കൊണ്ടാണ് നിങ്ങൾക്ക് അത് ഹെഡ്ഷോട്ട് വരുന്നത്, അതല്ലാണ്ട് ആപ്പിൻ്റെ കോപ്പിൻ്റെ ഒരു പവറും കൊണ്ടല്ല.
ബ്രസീലിയൻ സെൻസിയും ആപ്പും കോപ്പൊക്കെ ഫേക്കാന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് അറിയേണ്ട ആ സെറ്റിംഗ്സിനെ പറ്റിയിട്ടാണ്. ഫോണിൽ സെൻസി എന്ന് പറഞ്ഞാൽ അവന്മാർ തരുന്നതിൻ്റെ കൂടെ ഒരു സെറ്റിംഗ്സ് ഉണ്ടാവും. ആ സെറ്റിംഗ്സ് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ഷോട്ട് കയറോ ഇല്ല എന്നാണ് നിങ്ങൾക്ക് ഇനി അറിയേണ്ടത്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലോ എൻഡ് ഡിവൈസ് ഫോണിൽ നിങ്ങൾക്ക് ഹെഡ്ഷോട്ട് അടിക്കണമെങ്കിൽ നല്ലപോലെ ട്രൈ ചെയ്യണം. ചിലവന്മാർക്ക് ഏറ്റവും കൂടുതൽ ബോഡി ഷോട്ട് ആയിരിക്കും വരുന്നത്. ഹൈ എൻഡ് ഡിവൈസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്നത് റീകോയിൽ. ഇത് സെയിം ആരുടെ കാര്യം എടുത്ത് നോക്കിയാൽ ലോ എൻഡ് ഡിവൈസിൽ ബോഡി ഷോട്ട് ഇഷ്യൂയും ഹൈ എൻഡ് ഡിവൈസിൽ റീകോയിൽ ഇഷ്യൂയും തലയ്ക്ക് മേളിൽ പോകുന്നതാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ഈ ലോ എൻഡ് ഡിവൈസ് കളിക്കുന്നവർക്ക് ഹെഡ്ഷോട്ട് കയറേണ്ട ബോഡി ഷോട്ട് വരുമ്പോഴത്തേക്കും അത് നല്ല രീതിക്ക് ഡ്രാഗ് ആക്കിയാൽ മാത്രമല്ല ഹെഡ്ഷോട്ട് കയറത്തുള്ളൂ. സെൻസിറ്റിവിറ്റി 200 ഇട്ടാലും കാര്യമില്ല ചില ലോ എൻഡ് ഡിവൈസിൽ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ DPI, പിന്നെ അത് കൂടാണ്ട് കുറേ സെറ്റിങ്സ് ഫോണിലുണ്ട്, അതൊക്കെ ചെയ്ത് വെക്കുന്നത്. ജസ്റ്റ് സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ആകാനും ഫോണ് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടും അത് ലോ എൻഡ് ഡിവൈസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഞാൻ പറയും ബേസിക്കലി. കാരണം നിങ്ങളുടെ ഒരു ഹൈ എൻഡ് ഡിവൈസ് ആണ്, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമേ വരുന്നില്ല. ആ സെറ്റിങ്സ് ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഹെഡ്ഷോട്ട് അടിക്കാൻ പറ്റും. ഈ സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് സാധനം. പക്ഷെ നമ്മുടെ മലയാളികൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സെറ്റിങ്സ് വെച്ച് കഴിഞ്ഞാലാണ് ഹെഡ്ഷോട്ട് കയറുന്നത്. സെറ്റിങ്സിൽ എന്താ പറയുന്നുണ്ട്, കാരണം നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ അത് ഡിറ്റക്ട് ചെയ്ത് തലയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ ഇരിപ്പുണ്ടെന്നൊക്കെയാണ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ. സത്യം പറഞ്ഞാൽ ഒന്നുമല്ല, ജസ്റ്റ് ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ ഫോൺ സ്മൂത്ത് ആക്കുക. നിങ്ങൾ ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത് ആ ആപ്പിലേക്ക് ഫുള്ള് ഫോണിൻ്റെ പവർ കൊടുക്കുക. ഇപ്പം നിങ്ങൾ ഫ്രീ ഫയർ അല്ല കളിക്കുന്നത്, വേറെ ഏത് ആപ്പ് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ആ ഒരു സെയിം പവർ അവിടെ ഫീൽ ചെയ്യും. കാരണം നിങ്ങൾ ഈ സെറ്റിങ്സ് ഒക്കെ ഓൺ ആക്കിയിട്ട് ഏത് ആപ്പ് എടുത്താലും ഇത് ഫ്രീ ഫയർ ആണോ കളിക്കുന്നതെന്നൊന്നും നിങ്ങളുടെ ഫോണിന് അറിയത്തില്ല. ഈ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഇത്രേ ഉള്ളൂ ആ സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും. ഞാൻ പറയും ഹൈ എൻഡ് ഡിവൈസിന് ഈ സെറ്റിങ്സിൻ്റെ ആവശ്യം പോലും ഇല്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ഓർക്കും ശരിക്കും ഈ സെൻസി എന്തിനാണ്, സെൻസി വർക്കാവത്തില്ലേ? ഈ സെൻസി എന്ന് പറയുന്ന സാധനത്തിൻ്റെ അകത്ത് ആകെ വർക്കാവുന്ന കാര്യം എന്താണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞു, മെത്തേഡ് പ്ലസ് സെൻസിറ്റിവിറ്റി. പണ്ട് തൊട്ട് കളിക്കാൻ അറിയാവുന്നവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറിന് എന്താണെങ്കിലും അവൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മെത്തേഡ് പ്ലസ് സെൻസിറ്റിവിറ്റി എന്താണ്. അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരും പുതിയതായിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങിയവന്മാർക്കുമാണ് ഈ സെൻസി വേണ്ടത്. കാരണം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, പിന്നെ അത് കൂടാണ് നിങ്ങൾ റേസ്റ്റാറിനെ തന്നെ ആലോചിച്ച് നോക്കുക. ഈ റേസ്റ്റാറിന് ഇവന്മാരുടെ ഏതെങ്കിലും സെൻസിയുടെ ആവശ്യമുണ്ടോ? റേസ്റ്റാർ ഇപ്പോൾ കളിക്കുന്നവൻ്റെ കളിക്കാൻ. ഇപ്പം ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇവന്മാർ ഈ കൊടുക്കുന്ന ബ്രസീലിയൻ സെൻസിയും ഈ HUD സെൻസിറ്റിവിറ്റി റേസ്റ്റാറിന് കൊടുത്തിട്ട് കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ റേസ്റ്റാർ ഈ കളിക്കുന്നവൻ്റെ കളിക്കും ഇല്ല. നിങ്ങൾ കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. സെൻസി എന്ന് പറയുന്ന ഊമ്പിതാണ് പക്ക ഫേക്ക് സാധനമാണ്. ഇവന്മാർ ഈ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഈ സെൻസി എന്ന് പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ പൊട്ടന്മാരാക്കുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ ഈ പാനലും പറയും കൊടുക്കുന്ന അത്ര വലിയ കാര്യമാണോ, നീ ഗെയിം നശിപ്പിക്കുമല്ലെന്ന് എൻ്റെ അടുത്ത് ചോദിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിക്കുന്നവന്മാരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങൾ ഈ ഗെയിം എന്ന് പറയുന്നത്, ഈ ഫ്രീ ഫയർ എന്ന് പറയുന്ന സാധനം ഗെയിം കളിച്ചിട്ടേ ഉള്ളൂ. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഇതെന്താ നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോഴും ഫെയർ ആണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പകൽമാന്യന്മാരുണ്ട്. ഇവരൊക്കെ ഈ സാധനം യൂസ് ചെയ്തിട്ട് തന്നെയാണ് കളിക്കുന്നത്. നിങ്ങളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. യുവന്മാർ പറയും എടാ ഹാക്കറടാ പറയടാ. സത്യം പറഞ്ഞാൽ ഇഷ്ടം പോലെ ഇങ്ങനത്തെ യൂസ് ചെയ്യുന്ന കളിക്കുന്നവന്മാരുണ്ട്. അത് നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല യുവന്മാരുടെ സാധനം യൂസ് ചെയ്തിട്ട് കളിക്കുന്നത്. കാരണം നിങ്ങൾ ജസ്റ്റ് ഇത് കളിക്കുന്നതും പിന്നെ ഇവന്മാരുടെ കണ്ടവന്മാരുടെ ലൈവൊക്കെ കാണുന്ന ഒരു ജസ്റ്റ് ഒരു ഫ്രീ ഫയർ കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഞാൻ അതേപോലെയല്ല. എനിക്ക് ഇവന്മാരായിട്ട് കണക്ഷൻ ഉണ്ട്, എനിക്ക് ഈ സാധനം എന്താണെന്നറിയാം. അപ്പം നിങ്ങൾ കളിക്കുന്ന ഫ്രീ ഫയർ ഞാൻ കളിക്കുന്ന ഫ്രീ ഫയർ എന്നാണ് നല്ല വ്യത്യാസമുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിലും എൻ്റെ അനുഭവത്തിൽ നിന്നൊക്കെയാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ കൊടുക്കുന്ന ഫ്രീ ഫയറിൽ വെച്ച് കഴിഞ്ഞാൽ മലത്തി അടിക്കാൻ പറ്റുന്നത്. ഒരു കോമൺ സെൻസും അത്യാവശ്യം കളിക്കാൻ അറിയാവുന്ന ഒരുത്തനാണെങ്കിൽ ഞാൻ കൊടുക്കുന്ന പാനിനകത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഞാൻ എങ്ങനത്തെ ഹെഡ്ഷോട്ട് ഫയലാണ് കൊടുക്കുന്നത്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഹോളോഗ്രാം കൊടുക്കുന്നത്. ഇത് രണ്ടും വെച്ചിട്ട് നിങ്ങൾ ഒരുത്തൻ അടിച്ചിട്ടെന്ന് വെക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വലിയിട്ട് കളിക്കുമെന്ന് അറിയത്തില്ല ഞാൻ പറയത്തുള്ളൂ. ഞാൻ കൊടുക്കുന്ന ഫ്രീ പാനൽ അതിൻ്റെ അകത്ത് ഹോളോഗ്രാമും ഡ്രാഗുമാണ് വരുന്നത്. ഇതുണ്ടായിട്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത് വെച്ചിട്ട് ഓപ്പോസിറ്റ് ഒരുത്തൻ കളിച്ചെന്ന് വെച്ചു ഞാൻ തോപ്പിക്കും. കാരണം എനിക്കൊരുത്തനെ കൊല്ലണമെങ്കിൽ അത് ഹെഡ്ഷോട്ട് അടിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. ഞാൻ നല്ല കിടിലം പോലെ നെയ്ഡ് എറിയുന്ന ഒരു നെയ്ഡറാണ്. ഓപ്പോസിറ്റ് ഒരു എയിംബോട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലെയർ വന്നിട്ടുണ്ടെങ്കിൽ CS-ലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് പണി വിടത്തേ ഉള്ളൂ. എനിക്ക് ഈസി ആയിട്ട് നല്ല കിടിലം പോലെ നെയ്ഡ് എടുത്തെറിയാറ്. പിന്നെ നമ്മുടെ മാറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇനി അറിയേണ്ടത് 120 FPS നോ റീകോയിൽ ഇത് രണ്ട് സെൻസി പെടുന്ന കാര്യമാണോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും 120 FPS അതൊരിക്കലും പോസിബിൾ അല്ല. എൻ്റെ iPhone 15 ആണ്, ഇതിലാകെ 60 FPS ഉള്ളൂ. ഇതിൽ ഇവന്മാർ 120 FPS എങ്ങനെ കുത്തിക്കയറ്റാന്ന് നോർമലി ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അത് ഫേക്ക് ആയിട്ടുള്ള കാര്യമാണ്. ഇതോടെ അത് കഴിഞ്ഞു. പിന്നെ അത് കൂടാണ്ട് തന്നെ നോ റീകോയിൽ, ഈ നോ റീകോയിൽ സെൻസിയിൽ വരുന്ന കാര്യമേ അല്ല. നോ റീകോയിലിന് ഒരു ഫയൽ വേണം, അതുണ്ടെങ്കിൽ മാത്രമേ നോ റീകോയിൽ ആവത്തുള്ളൂ. അതല്ലാണ്ട് സെൻസിയിൽ ഈ റീകോയിൽ കുറയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ടെങ്കിൽ അത് ഫെയർ ആയിട്ടുള്ള കാര്യമാണ്, അത് ഒറിജിനൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ നോ റീകോയിൽ വരുമ്പോഴത്തേക്ക് ഈ യൂമിക്ക് കുത്തി പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന റീകോയിൽ ഉണ്ടല്ലോ
അത് നിങ്ങൾ സെൻസി യൂസ് ചെയ്താലോ ഏത് സെറ്റിങ്സ് ഇട്ടാലോ അത് കറക്റ്റായിട്ട് തന്നെയാണ് ഫയർ പോകുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും സെൻസി അല്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സെറ്റിങ്സ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ കുത്തി പിടിക്കുമ്പോൾ വെടി ഒരിക്കലും സ്പ്രെഡ് ആവാണ്ടിരിക്കത്തില്ല. സ്പ്രെഡ് ആവും, നല്ല രീതിയിൽ സ്പ്രെഡ് ആവും. പക്ഷെ അങ്ങനെ സ്പ്രെഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ സെറ്റിങ്സ് മാത്രമല്ല അവന്മാർ തന്നെ എന്തെങ്കിലും അൺഫെയർ ആയിട്ടുള്ള ഫയൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ സത്യം. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞുതരാം. ഈ നോ റീകോയിൽ അതെങ്ങനെയാണ് വർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഒരു 4-5 വർഷം മുമ്പ് ഞാനൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ടൈമിൽ എങ്ങനെയാണ് റീകോയിൽ വർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു M500 വെച്ച് 1 ടാപ്പ് അടിക്കാൻ നോക്കുക, ബുള്ളറ്റ് മിസ്സായി, റീകോയിൽ. അപ്പം ഞാനൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ഒന്ന് ക്രൗച്ച് ചെയ്തിട്ട് എണീക്കുന്നതിൻ്റെ കൂടെ തന്നെ ജോയിസ്റ്റിക്ക് ഒന്ന് ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ റൈറ്റിലേക്ക് വരും. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് റീകോയിലൊക്കെ ഞാൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. UMPക്ക് ഫയർ ചെയ്ത് കഴിയുമ്പോൾ റീകോയിലേക്ക് കഴിഞ്ഞാൽ 3-4 ബുള്ളറ്റ് വെടി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഞാനത് ക്വിക്ക് വെപ്പൺസ് ചെയ്ത് സ്പ്രിന്റ് ചെയ്യും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ യൂസ് ചെയ്ത് ഫെയർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടിപ്സും ട്രിക്സൊക്കെ. അതൊക്കെ പണ്ടേ ഉള്ളതാണ്. ഇപ്പോഴും ഇതൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഗെയിം അങ്ങനെ കളിക്കാറില്ല. ഞാൻ ഗെയിം കളിക്കുന്നത് തന്നെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കാര്യം പറയാം, ഈ സെൻസിന്ന് പുറകെ നിങ്ങൾ പോയിട്ട് ഒരു കാര്യമില്ല. ഈ സെൻസി എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്ത് ഹെഡ്ഷോട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഗെയിം കളിക്കുന്നതെങ്കിൽ ഹെഡ്ഷോട്ട് അടിക്കുന്നതല്ല നമ്മുടെ ഫ്രീ ഫയർ. ആരാദ്യം കൊല്ലുന്നു അതാണ് ഫ്രീ ഫയർ. നിങ്ങൾ ഈ സെൻസ് യൂസ് ചെയ്തു ഫുൾ ഹെഡ്ഷോട്ട് അടിക്കുമെന്ന് നോക്കൂ. ഈ ഒലിഗാർഡ്സ് എന്ന് പറയുന്നൊരു ഗിൽഡ് ഉണ്ട് മോനെ. നിങ്ങൾ 1 ടാപ്പ് അടിക്കുന്ന ഒരു കിടിലം പോലത്തെ പ്ലെയർ ആണെങ്കിൽ അവന്മാരുടെ ടിയർ റൂളിലൊന്ന് പോയി കളിച്ചറിയാം. പണി വിടത്തേ ഉള്ളൂ ആ സ്ക്വാഡും ആ ഗിൽഡിൻ്റെ പ്ലെയേഴ്സൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്ഷോട്ട് അടിക്കേണ്ട ആവശ്യമില്ല ഒരു എനിമിനെ കൊല്ലാൻ. അവന് അത്യാവശ്യം കളിക്കാൻ അറിയാം, ബോഡി ഷോട്ട് അടിച്ച് കളിക്കാൻ അറിയാം, സ്കില്ലുണ്ടെങ്കിൽ അതാണ് കളി. അതല്ലാണ്ട് ഹെഡ്ഷോട്ട് അടിക്കുന്നതല്ല നമ്മൾ ഈ ഫ്രീ ഫയർ. ഒലിഗാർഡ്സിൻ്റെ പേര് പറയാൻ കാരണം ഞാൻ എൻ്റെ വേറൊരു അക്കൗണ്ട് ഉണ്ടായിരുന്ന ടൈമിൽ അതിൽ ഇവന്മാർ കുറച്ചൊരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഒലിഗാർഡ്സിലുള്ളവന്മാർ തന്നെ. പേര് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, കുറേ നാളായി. ഇവന്മാരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനാന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ റൂമിൽ ഇൻവൈറ്റ് ചെയ്തിട്ട് കളിക്കും. ഹെഡ്ഷോട്ട് ഓണാക്കി കളിച്ചാൽ പോലും ഇവന്മാരുടെ സ്കില്ലുണ്ടല്ലോ അത് നമ്മൾ അത്രയ്ക്ക് അപ്രിഷിയേറ്റ് ചെയ്യണം. കാരണം ഹെഡ്ഷോട്ട് ഓണാക്കി കളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവന്മാർ ആ പൊട്ടാസം കൊണ്ടൊരു വരവ് വരുന്നത് മാത്രമേ കാണത്തുള്ളൂ, പിന്നെ തീർന്ന്. അതല്ലാണ്ട് ഇവന്മാരെ കൊല്ലണമെന്നുണ്ടെങ്കിൽ AWത്തിന് എയിംബോട്ട് ഇട്ട് അടിക്കണം. കാരണം ഒറ്റയടിക്ക് വീഴണമല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് സെൻസിനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ ഒന്നും അറിയത്തില്ല. ഇതിപ്പോൾ മനസ്സിലായാലും ഇല്ലെങ്കിൽ നാളെയും നീയൊക്കെ പോയിട്ട് ഈ സെൻസിയുടെ അടിയിൽ കമൻറ്റ് ഇടും. കാരണം ഈ സെൻസി ഇവന്മാർ ഓൾറെഡി യൂസ് ചെയ്ത് നോക്കിയ സാധനം വർക്കിംഗ് അല്ല. അപ്പോൾ പുതിയത് എന്തെങ്കിലും വർക്കിംഗ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് പൊട്ടന്മാരാണെന്ന് എനിക്കറിയാം. എന്നാലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്നറിയാം. എന്നാലും പറഞ്ഞെന്നുള്ളൂ. പിന്നെ അത് കൂടാണ്ട് എന്താണെങ്കിലും നിങ്ങൾ ഈ സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ട്, എന്താണെങ്കിലും പോയി കമൻറ്റ് ഇടുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സെൻസി ഒറിജിനൽ വൈറ്റ് FF ഗ്ലോപ്പ് പിന്നെ അതുകൂടാണ്ട് അഡ്വാൻസ് സെൻസിയൊക്കെ ഒറിജിനൽ സാധനം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം. അത് ഇവന്മാർ തന്നെ പോലെ ഇവന്മാരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തെന്ന് അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചിട്ടൊന്നുമല്ല, പേയ്മെൻറ്റ് പ്രൂഫ് കാണിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ തരുന്ന വെബ്സൈറ്റിൽ കൂടെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഏത് സെൻസിയാണ് വേണ്ടതെന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേയ്പാൽ യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് സാധനം തരാം. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാകും. എനിക്ക് ഞാൻ തുറന്നെടുത്തുകൊണ്ട് തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഫേക്ക് സാധനമൊന്നുമില്ല. അവന്മാരുടെ സെൻസിറ്റിവിറ്റി അവന്മാരുടെ HUD കാര്യങ്ങളൊക്കെയുള്ള ആ സെറ്റിങ്സ് ആ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് എടുത്ത് സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് എൻ്റെ ഇൻസ്റ്റയിൽ ബയോയിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്കിട്ട് DM വരാം, ടെലഗ്രാം DMൽ വരാം. ഞാൻ സാധനം ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് ഞാൻ പറയാം, ഈ സാധനം യൂസ് ചെയ്തിട്ട് വർക്കായില്ലെങ്കിൽ എന്നെ ഒന്നും പറഞ്ഞേക്കില്ല. കാരണം നിങ്ങളായിട്ട് കൊണ്ട് തന്ന ലിങ്കിലുള്ള സാധനം ഞാൻ അത് പർച്ചേസ് ചെയ്യാനുള്ളൂ. കാരണം എൻ്റെ പേയ്പാൽ ഉള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ എന്നെ DM വന്നാൽ മതി, ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഞാനങ്ങനെ പറയാൻ കാരണം ഒരു സെൻസി സെയിലർ ഉണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാമെന്ന എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന്. ഗ്ലോപ്പ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. പണ്ട് സെൻസി എന്നൊക്കെ പറഞ്ഞാൽ വലിയ തരംഗമായിട്ടുള്ള ഒരുത്തനായിരുന്നു. ഇവൻ്റെ ആ സെൻസി 100% വർക്കിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ഇവൻ എന്തുകൊണ്ട് ഇപ്പോൾ പാനൽ കൊടുക്കണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു സെൻസി സെയിലറായിട്ടുള്ളവന്മാർ ഇപ്പോൾ പാനൽ കൊടുത്തോണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അവൻ ഇനി ആൾക്കാരെ ആ സാധനത്തിൻ്റെ പേരിൽ പറ്റിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ പാനലിലേക്ക് മാറി. ഇത്രേ ഉള്ളൂ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ സെൻസി എന്നുള്ള സാധനം ഈ വൈറസ് കൂട്ടി ഈ ഇടയ്ക്കാണ് ഇത്രയും സ്പ്രെഡാണ് ഞാൻ കണ്ടത്. ഇനി ഈ ഒരു കാര്യം കേരളത്തിൽ നിന്ന് എപ്പോൾ പോകുമെന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും ഇനി പോയി എനിക്ക് കമൻറ്റ് ഇടുന്നവന്മാരും ഈ ആപ്പ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നവരോടൊക്കെ പുച്ഛം മാത്രമേ ഉള്ളൂ.